ഹായ് എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് നല്ലൊരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പിയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ അപ്പത്തിനും നൂൽപുട്ടിനൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയൊരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പിയാണ്. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഹോൾ സ്പൈസസ്, അതായത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ചെറിയൊരു 2 കഷ്ണം തക്കോല ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഇടണം നിർബന്ധമില്ല, ഞാൻ ചുമ്മാ ഒന്ന് ഇട്ടതാണ് കേട്ടോ. പട്ട, ഗ്രാമ്പൂ, ഏലക്ക മസ്റ്റാണ്, അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ ഞാനൊരു മീഡിയം സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളിയും അതേപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കും. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 2-3 അല്ലി വെളുത്തുള്ളി അത്രയും വേണം കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. ചിക്കനാണെങ്കിൽ നമ്മൾ കുറച്ച് കൂടുതൽ ചേർക്കണം, ചിക്കനോ ബീഫാണെങ്കിൽ. വെജിറ്റബിൾ ആണെങ്കിൽ കുറച്ച് കുറവ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. പെട്ടെന്നൊന്ന് വഴന്ന് വരട്ടെ. സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച പൊട്ടറ്റോയും ക്യാരറ്റും കുറച്ച് കറിവേപ്പിലയും ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. മൊത്തം ഞാൻ ചേർത്തിട്ടില്ല, ലാസ്റ്റ് കുറച്ച് കറിവേപ്പില ചേർക്കണം. പിന്നെ നമ്മൾ ഇട്ട പൊട്ടറ്റോയും ക്യാരറ്റും ഒക്കെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളെ കയ്യിൽ എന്തൊക്കെയാണോ പച്ചക്കറി ഉള്ളത് അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കോളിഫ്ലവർ ചേർക്കാം, പിന്നെ ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അതൊന്ന് കുക്ക് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം, ബീൻസൊക്കെ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഈ 2 വെജിറ്റബിൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാനിന്ന് ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ കുറച്ച് സമയം, പിന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് അങ്ങനെ നമുക്ക് വേവിച്ചെടുക്കാം. ആ സമയം നമുക്ക് അരപ്പ് തയ്യാറാക്കാം. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 5-6 കാഷ്യൂ, ഒരു നുള്ളു പെരുംജീരകം, ഇത്രയും എടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ ആ സമയം നമ്മുടെ പൊട്ടറ്റോ ക്യാരറ്റൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. സ്പൂൺ വെച്ചൊന്ന് മാഷ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലപോലെ ഉടയുന്നുണ്ട്. അപ്പോൾ നമ്മളെ പൊട്ടറ്റോ ക്യാരറ്റും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളത് നേരത്തെ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ, കാഷ്യൂ, തേങ്ങ, പെരുംജീരകം, അതിൻ്റെ ആ ഒരു അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ അരയണം കേട്ടോ, നല്ല മഷി പോലെ അരയണം. അതൊന്ന് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം. ആ ജാറിൽ തന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കൈ കൊണ്ട് ഇതാക്കിയിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, എന്താ പറയണ്ട, ഒരുപാട് ലൂസായിപ്പോകും. കുറുമ എന്ന് പറയുമ്പോൾ ഒരു തിക്കായിട്ടുള്ള പരുവാണ്. അപ്പോൾ ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് കറി വെക്കാൻ. അപ്പോൾ ഞാൻ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. കുറച്ച് കുറവുണ്ട് കേട്ടോ, അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഒന്ന് ഇടുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനു മുമ്പായിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ എരിവിന് ഇതിൽ ചേർത്തിട്ടുള്ളത് കുരുമുളക് പൊടിയും പച്ചമുളകും മാത്രമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ തിളപ്പിച്ചത്. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. തീ ഓഫ് ചെയ്യുക. അപ്പോൾ ഈ സമയത്ത് നമ്മളെ കയ്യിൽ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി കുനുകുനയായിട്ട് അരിഞ്ഞിട്ട് അതുകൂടി മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലൊരു ഫ്ലേവറും കിട്ടും, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിലുള്ള മല്ലിച്ചപ്പ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചൂടാറിയപ്പോൾ നമ്മുടെ കുറുമ കണ്ടില്ലേ, നല്ല തിക്കായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളിവിടെ നൂൽപുട്ടിനാണ് ഉണ്ടാക്കിയത്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ വെജിറ്റബിൾ കൂട്ടാത്ത ആളാണെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ ഒരു 2 മുട്ട പുഴുങ്ങി കട്ട് ചെയ്തിട്ടാൽ
അതും നന്നായിരിക്കും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.